ഒരു അനുഗ്രഹത്തിന്റെ സായാഹ്നത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പരിപാടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളെല്ലാം തന്നെ നമ്മുടെ സംസ്കൃതി നമുക്ക് നൽകുന്ന ആ വലിയ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ പാഠം കൂടി രണ്ട് ആളുകൾ ഒരു മനസ്സായി വർത്തിച്ച കഥ ചരിത്രത്തിലെമ്പാടും ഇടം പിടിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് കുടുംബങ്ങൾ ഒന്നായി ഒരുമിച്ച് ഈ സ്നേഹം പങ്കുവെക്കുകയാണ്. വിശുദ്ധമായ ആ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ആദ്യ രുചി അറിഞ്ഞ നമ്മുടെ കുരുന്നുകൾ ലോകത്തിനു മുന്നിൽ എളിമ എന്തെന്ന് പഠിപ്പിച്ച യേശുദേവൻ സ്വന്തം ശിഷ്യരുടെ കാൽ കഴുകിയ ആ മഹാനുഭാവന്റെ എളിമയും സ്നേഹവും വിശുദ്ധിയും നിറഞ്ഞ മനസ്സുമായി ആരൻ ജോബിയും ഹെന്നയും ആഡമും ഇന്ന് നമ്മുടെ ആശീർവാദത്തിന് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ കടന്നു വരികയാണ്. അവരെ വരവേറ്റുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഗാനം നമ്മുടെ ഹാമിൽട്ടന്റെ പ്രിയപ്പെട്ട ഗായകർ, അവർക്ക് ഒരു നല്ല ഇൻട്രൊഡക്ഷൻ പിന്നീട് ആവശ്യമാണ്. ഈ വിശുദ്ധമായ ഈ സായാഹ്നത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രിയ കുരുന്നുകളെ, അവരുടെ കുടുംബങ്ങളെ വളരെ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട ഗായകരെ വളരെ മനോഹരമായി കർണാനന്ദകരമായ രീതിയിൽ ഒരുക്കി ചേർത്തിട്ടുള്ള ഒരു മെലഡിയസ് ടോണുമായി അവരെ സ്വാഗതം ചെയ്യാൻ ഇവരെല്ലാവരും ക്ഷണിച്ചുകൊണ്ട് let us start. Thank you.
താങ്ക് യു വിദ്യാർത്ഥി. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജിൻസി റോബിൻ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമല്ലോ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒത്തിരി പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നവരാ. പക്ഷേ ഇന്നത്തെ പാർട്ടി സ്വർഗം മുഴുവൻ്റെയും കൂടെ നമ്മൾ സന്തോഷിക്കുന്ന, ഒന്നു ചേരുന്ന, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക പാർട്ടിയാണ്. 3 കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ശരീരവും രക്തവും സ്വീകരിച്ച് വിശുദ്ധരായി തീർന്നതിന്റെ ആഘോഷമാണ്. ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഇന്ത്യയിൽ അത് പങ്കെടുക്കാൻ സാധിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്ക് എല്ലാവർക്കും അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എല്ലാവരും കൈ ഒന്ന് കോർത്ത് പിടിച്ച് എൻ്റെ കൂടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാമോ? സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമുക്കറിയാം. ജീവിക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നമ്മൾ കൈകോർത്ത് പിടിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ സ്നേഹത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളും അവരുടെ കുടുംബവും ലോകം മുഴുവനും കുർബാന സ്വീകരിക്കുന്ന എല്ലാവരും അനുഗ്രഹീതരായി തീരും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥിതനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മാതാവ് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ. ഒരു അമ്മയാണ് മകനെ എപ്പോഴും അറിയുന്നത്. അതുകൊണ്ട് തന്നെ മാതാവിനറിയാം ഈശോയുടെ ഇഷ്ടങ്ങൾ. ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കാനായി മാതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവുടെയും വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം 6-ാം അധ്യായം 53 മുതലുള്ള തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. നമ്മുടെ കർത്താവായ ദൈവത്തിന് കുഞ്ഞുങ്ങളോടായ 2 വാക്ക്. നിങ്ങൾക്ക് ഈശോയെ ഇഷ്ടമാണല്ലോ അല്ലേ? സെയിന്റ് അലോഷ്യസ് പറയുന്ന, ലോകം മുഴുവന്റെയും രാജാവാകുന്നതിനേക്കാളും വലിയ ഭാഗ്യമാണ് ഈശോയുടെ സ്വന്തമാകുക എന്നുള്ളതാണ്. അപ്പം സെയിന്റ് ആവില, അമ്മ ത്രേസ്യ എന്ന് പറയും, ട്രീസ് ഓഫ് ആവില ചോദിച്ചു ഈശോയെ ഞാൻ എങ്ങനെയാ നിന്നെ സ്നേഹിക്കാമെന്ന്. അപ്പം ഈശോ പറഞ്ഞു, നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ, എന്നെ സ്നേഹിക്കണമെന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ ഇടവക പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കണമെന്ന്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ ഈശോയെ.
അപ്പോൾ പപ്പയോടും അമ്മയോടും പറയണം, പറ്റുമ്പോഴെല്ലാം എന്നെ എൻ്റെ പള്ളിയിൽ കൊണ്ടുപോയി ഈശോയുടെ തിരുശരീരം തിരുരക്തം സ്വീകരിക്കാൻ സഹായിക്കണമെന്ന്. ഓക്കെ, നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. ജീവിക്കുന്നവനായ ഈശോയെ, അങ്ങ് ഈ ഭൂമിയിൽ പിറന്നതും ജീവിച്ചതും കുരിശിൽ മരിച്ചതും ഞങ്ങൾക്ക് കുർബാനയായി തീരുവാനാണ്. കാരണം അങ്ങ് വചനത്തിലൂടെ പറഞ്ഞു, പരിശുദ്ധ കുർബാന സ്വീകരിച്ചാലേ ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന്. ഇന്ന് വിശുദ്ധരായി തീർന്ന് അങ്ങേ തിരുശരീരം തിരുരക്തം സ്വീകരിച്ച ഈ കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും അങ്ങേ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുവാനും അവിടുത്തെ തിരുശരീര രക്തം സ്വീകരിച്ച് ജീവനുള്ളവരായി മറ്റുള്ളവർക്ക് സ്നേഹവും കരുണയുമായി മാറുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭക്തിസാന്ദ്രമായ പ്രാർത്ഥന നടത്തിയ തിരുസിക്ക് താങ്ക് യു. പ്രിയപ്പെട്ട റവറൻഡ് ഫാദേഴ്സ്, ഫാദർ തോമസ് ആൻഡ് ഫാദർ ബെനു, സോറി ഫാദർ പ്രകാശ്, മോസ്റ്റ് വെൽക്കം ദിസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന് സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജിനി ജോബിയെ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. All please be seated. Thank you. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട പിനുവച്ച, ബഹുമാനപ്പെട്ട തോമസ് അച്ഛ, ബഹുമാനപ്പെട്ട പ്രകാശ് അച്ഛ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, കൂട്ടുകാരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നാം എല്ലാവരും ഇന്ന് ഈ ഒരു സായാഹ്നത്തിന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കുഞ്ഞുമക്കള് ആരോണും ആദം ആൻഡ് ഹന്ന, അവര് ഈശോയെ അപ്പത്തിന്റെ രൂപത്തിൽ നാവിൽ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ രക്ഷകനും നാഥനുമായി ഉള്ളിൽ സ്വീകരിച്ചിരിക്കുന്ന ആ സുന്ദര സുദിനത്തില് നമുക്ക് അവരോടൊപ്പം ഈ ഒരു വിരുന്നില് സന്തോഷത്തോടെ പങ്കുചേരാം. എന്റെ കർത്തവ്യം നിങ്ങളെ എല്ലാവരെയും ഈ വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഏറ്റവും സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഈ രണ്ട് കുടുംബങ്ങളുടെയും പേരിലും വ്യക്തിപരമായ പേരിലും ഈ വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി ഫ്രം ഓക്ലൻഡ്, ഫ്രണ്ട്സ് ഫ്രം ചിക്കുറ്റി, ഹാമിൽട്ടൺ. നിങ്ങൾ എപ്പോഴും എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഈ വിരുന്നിലേക്ക് ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെയും പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കാൻ ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന AVH പ്രൊഡക്ഷൻസ്, റിക്കി ആൻറ്റി, ഏറ്റവും സ്നേഹത്തോടുകൂടെ നിങ്ങളെയും ഈ വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കൊച്ചു മക്കളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജെനി. അടുത്തതായി നമ്മുടെ ഈ പരിപാടിക്ക് ഒരു ശുഭാരംഭം കുറിച്ചുകൊണ്ട് ഒരു കേക്ക് കട്ടിംഗ് ആണ്. അതിനുവേണ്ടി കുടുംബാംഗങ്ങൾ സ്റ്റേജിലേക്ക് കടക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Asha and Bilbin, please join the team. Sorry, Anu. മാതാവിന്റെ മുഖമാണ് ഓർമ്മ ഉള്ളത്. പ്ലീസ്.
കരഘോഷങ്ങളോടെ നമുക്ക് അവരെ സ്വീകരിക്കാം. ഇന്നത്തെ സ്റ്റാർസ് ആണ് ഹെന, ആരൻ, അനാരം. ഇന്ന് ഈ പരിപാടി മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ന്യൂസിലാൻഡ് മലയാളി കൂട്ടായ്മയിൽ ഈ രാജ്യത്ത് നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല 3 ഗായകരെ എന്നുള്ള സംഗീതജ്ഞരെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വർഷങ്ങളുടെ, ദശകങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് വേദികളിൽ ഇതിനകം കഴിവ് തെളിയിച്ചിട്ടുള്ള വലിയ 3 കലാകാരന്മാരാണ് നമുക്കുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരു ആമുഖം എന്നോണം ഈ കേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. റിക്കി, ഷറഫ് ആൻഡ് അരുൺ. ഇതില് പല പരിപാടികളിലായി റിക്കിയുടെ പാട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളി ഗായകരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ഷറഫ്. അതുപോലെ തന്നെ വാദ്യോപകരണ കലയിൽ ദശകങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അരുൺ. ഞാനൊരു ഭംഗി വാക്ക് പറയുന്നതല്ല, അവരുടെ കഴിവ് നമ്മൾ വെൽക്കം സോങ്ങിൽ തന്നെ കണ്ടതാണ്. ഇപ്പൊ ഈ കേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന സമയത്ത് ഈ ടീം, പ്രിയപ്പെട്ട ജോബി ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ഈ ടീം വളരെ നല്ല കുറച്ച് പാട്ടുകൾ നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു.